ഇത് പുതുക്കി പണിതപ്പോഴും ആ ഓട് വരെ മാറ്റാതെ യാതൊരു കോൺക്രീറ്റും ബന്ധപ്പെടുത്താതെ ആണ് ഈ ക്ഷേത്രം പുതുക്കിയത്. അതുപോലെ തന്നെയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ. ഇവിടെ തൂക്കം നടത്തുന്നതിന് വർഷം കഴിയുന്തോറും ജനങ്ങളുടെ വിശ്വാസം കൂടിക്കൂടി നടത്തിയെടുക്കാൻ ഈ നാട്ടുകാർക്ക് കഴിയുന്നുണ്ട്. ആബാലവൃദ്ധം ജനങ്ങളും ജാതി മതഭേദമന്യേ സഹകരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ തൂക്കം നടത്തുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, അന്യജാതിയിലുള്ളവരും ചില കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് നേർച്ചയായി തൂക്കം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു സഹകരണത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി, ചൈതന്യത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു പരിപാവനമായ ക്ഷേത്രവും പരിസരവുമാണ് ഇവിടെ ഉള്ളത്. സ്കൂളിനടുത്ത് താമസിക്കുന്ന സോമൻ നായർ, അദ്ദേഹം അന്ന് മരക്കാർ മോട്ടേഴ്സിലെ ഒരു ജോലിയുള്ള ആളായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശുപാർശ അനുസരിച്ച് മരക്കാർ മോട്ടേഴ്സുകാരുടെ ഒരു സെറ്റ് ഇവിടെ കൊണ്ടുവച്ചു. അങ്ങനെ ഒരു കാലമുണ്ടായി. പക്ഷെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, എക്സ്റ്റേണലായിട്ട് എന്തെല്ലാം പുരോഗതി ഉണ്ടായത്, ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അന്നുള്ള ആരാധനക്രമം തന്നെയാണ് ഇന്നും നടന്നു വരുന്നത്. ഈ പള്ളിപ്പടയിൽ പണം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ലഭിച്ച അവസരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഒരവസരമാണ്. അതിന് ദേവി എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ കർമ്മത്തിന്, അതിൻ്റെ ഓപ്പണിങ്ങിന്, ലോഞ്ചിങ്ങിന് എനിക്ക് അവസരമുണ്ടായത്. അമ്മയെ സ്മരിക്കുന്ന ഇവിടെ 2 വരി പറഞ്ഞുകൊണ്ട് ഞാനിതിൻ്റെ ലോഞ്ചിങ് നടത്താം. ഇവിടെയുള്ള കാസറ്റ് തന്നെയാണ് അമ്മയെപ്പറ്റി. ഇവിടെ നമ്മുടെ കമ്മിറ്റിയിലുള്ള ആൾ തന്നെ എഴുതിയ, ശിവകരൻ നായർ എഴുതിയ കാസറ്റിൻ്റെ 2 വരി അമ്മയെപ്പറ്റി പാടിയിട്ട് ഞാനിതിൻ്റെ ലോഞ്ചിങ് നടത്തുന്നതായിരിക്കും. നിൻ സന്നിധിയത്ര ധന്യധന്യം. ഇനി ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ ലോഞ്ചിങ് നടത്താൻ പോവുകയാണ്. ലോകം മുഴുവൻ ഈ ക്ഷേത്രത്തെ പറ്റി ഇതിൽ കൂടി അറിയാനിടയാകട്ടെ, അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുന്നതിനായി പാച്ചലൂർ 2262 നമ്പർ NSS കരയോഗത്തിന്റെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പാച്ചലൂർ R. ജയകൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മറ്റ് ബഹുമാന്യരായ കരയോഗ ഭരണസമിതി അംഗങ്ങളെ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളെ, ബഹുമാന്യരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വീരകേസരി സൗഹൃദവേദി എന്ന ചെറുപ്പക്കാരുടെ ഒരു സംഘടന ക്ഷേത്രത്തിൽ ഒരു ചരിത്ര മുഹൂർത്തമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തെ ലോകത്തിന്റെ നെറുകയിലാണ് നമ്മുടെ അനുജന്മാർ എത്തിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. 1999 ചെറിയ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയായി, 5 or 6 വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയായി തുടങ്ങിയ വീരകേസരി സൗഹൃദവേദി എന്ന് പറയുന്ന സംഘടന ഇന്ന് ജാതിമത ഭേദമന്യേ പ്രാതിനിധ്യം കൊണ്ട് നാട്ടിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംഘടനയായി അഭിമാന പുരസ്സരം വളർന്നു വന്നിരിക്കുകയാണ്.
അതിൽ അംഗമാകുന്ന ഓരോരുത്തർക്കും തീർച്ചയായും അഭിമാനിക്കാം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പുഷ്പാഭിഷേകം ആദ്യം അവർ നടത്തി. നമ്മുടെ ക്ഷേത്രത്തിന്റെ പരിസരം അലങ്കരിച്ച് ഭംഗിയാക്കി. പിന്നെ ക്ഷേത്രത്തിന് ചുറ്റും, ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന് ചുറ്റും വാഴക്കുല കൊണ്ട് അലങ്കരിച്ച്, പൂർണ്ണമായും കപ്പക്കുലകൾ കൊണ്ട് കെട്ടി അലങ്കരിച്ച് അതൊരു ചരിത്ര സംഭവമാക്കി മാറ്റിയ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ വെബ്സൈറ്റിന് പിന്നിലും അന്ന് പ്രവർത്തിച്ചത്. അവര് പടിപടിയായി ഉയർന്ന് ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ക്ഷേത്രത്തിലെ ചടങ്ങുകളെ പറ്റിയുള്ള വിവരണങ്ങളും നമ്മുടെ വിരൽ തുമ്പിൽ എത്തിച്ച് അഭിമാനിക്കാവുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് വീരകേസരി സൗഹൃദ വേദിയിലുള്ളത് എന്ന അഭിമാനത്തോടു കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇവര് ഇതെല്ലാം ചെയ്യുന്നത് നാട്ടുകാരിൽ നിന്നോ വേറെ സംഘടനകളിൽ നിന്നോ ഒരു പാരിതോഷികം പോലും സ്വീകരിക്കാതെ അവരവരുടേതായ സ്വന്തം കഴിവ് കൊണ്ടാണ് ഇവരിവിടെ അലങ്കാരം നടത്തിയതും പുഷ്പാഭിഷേകം നടത്തിയതും ഇപ്പോൾ ഇവിടെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ചരിത്ര മുഹൂർത്തം സംഭാവന ചെയ്ത വീരകേസരിയിൽ അംഗങ്ങൾ ചെയ്തത്. സ്വന്തമായി തന്നെ അവർ കയ്യിൽ നിന്ന്, ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും സ്വീകരിക്കാതെയാണ് ഇവരിപ്പോൾ ഈ ഒരു സംരംഭം, ഇവിടെ അഭിമാന പുരസ്സരം, നമുക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംരംഭം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ വെബ്സൈറ്റ് കൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ചടങ്ങുകളെല്ലാം ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. തൂക്കം രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് ഇനിയും കമ്പ്യൂട്ടർ വഴി രജിസ്റ്റർ ചെയ്യാം. ഏത് സമയത്തും രജിസ്റ്റർ ചെയ്തിട്ട് പള്ളിപ്പുളയിൽ പണം വയ്ക്കുന്ന ദിവസം മാത്രം നമ്മളിവിടെ എത്തിയാൽ മതി. കരയോഗം ഓഫീസുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ ഈ തൂക്കം കമ്പ്യൂട്ടർ മുഖാന്തരം നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമാണ് നമ്മുടെ അനുജന്മാരുടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ സംഘടന പ്രവർത്തിച്ച് ഇപ്പോൾ വാഴക്കുലയായാലും അതിൽ നിന്ന് കിട്ടുന്ന, അത് ലേലം ചെയ്ത് കിട്ടുന്ന ആ തുക, വാഴക്കുല ലേലം ചെയ്ത് കിട്ടുന്ന തുക നമ്മുടെ അനുജന്മാർ ചെയ്യുന്നത് ഈ നാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അംഗങ്ങൾക്കും ബാക്കിയുള്ളവർക്കും വേണ്ടി ചികിത്സാ സഹായത്തിനാണ് ആ തുക നമ്മുടെ അനുജന്മാർ ഉപയോഗിക്കുന്നുള്ള കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ വെബ്സൈറ്റ് മുഖാന്തരം നമുക്ക് തൂക്കം, ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ നമുക്ക് ഈ വെബ്സൈറ്റിലൂടെ കാണുവാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ ചരിത്രം, അതിന്റെ ഐതിഹ്യം, ക്ഷേത്രത്തിലെ ചടങ്ങുകൾ, ക്ഷേത്രത്തിന്റെ പൂജാവിധികൾ എല്ലാം തന്നെ ഈ ലോകത്തെമ്പാടുമുള്ള ആൾക്കാർക്ക് അറിയുവാൻ സാധിക്കും. അടുത്ത വർഷത്തോടുകൂടി തൂക്കം നടക്കുമ്പോൾ അത് ലൈവായിട്ട് കമ്പ്യൂട്ടർ കയറ്റിവിടാനുള്ള സംവിധാനം അനുജന്മാർ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷയുള്ളത്. നമ്മുടെ ഈ ക്ഷേത്രം ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച ഇതിലെ ഭാരവാഹികളെയും ഇതിന്റെ വെബ്സൈറ്റ് ഡിസൈനറെയും എല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.